ഹലോ, റൊട്ടേഷൻ മോഷന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ വീഡിയോ വളരെ ലെങ്തിയാണ്. അതിന്റെ കാരണം റൊട്ടേഷൻ മോഷൻ എന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഒരുപാട് തിരക്ക് കൂട്ടാതെ എടുക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ വീഡിയോ ഒറ്റയടിക്ക് മുഴുവൻ കാണാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് തിരഞ്ഞെടുക്കുക. ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് എങ്ങനെ മനസ്സിലാവും? താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കിന്റെ നേരെ ഈ വീഡിയോയിൽ ആ ടോപ്പിക് ഏത് സമയത്താണെന്ന് കൊടുത്തിട്ടുണ്ട്. നീല കളറിൽ കാണുന്ന ആ ടൈമിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ടോപ്പിക്കിലേക്ക് പോകാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ നമ്മൾ ഒരു റിജിഡ് ബോഡിയുടെ ട്രാൻസ്ലേഷണൽ മോഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി റിജിഡ് ബോഡിയുടെ റൊട്ടേഷണൽ മോഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ റിജിഡ് ബോഡി ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. റൊട്ടേഷണൽ മോഷൻ നമുക്ക് ഈസി ആയി മനസ്സിലാക്കണമെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് റീകോൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. തീറ്റ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇത് സൂചിപ്പിക്കുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ റൊട്ടേഷണൽ ഇക്വലന്റ് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ റേഡിയസ് ഓഫ് സർക്കുലർ മോഷൻ. നേരെ പോകുന്ന ബോഡിക്ക് ഉണ്ടാവുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ഉണ്ടാവുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. SI യൂണിറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് റേഡിയൻ ആണ്. മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ആംഗുലാർ വെലോസിറ്റി. ഒമേഗ ഇസ് ഈക്വൽ ടു V/R ആണ്. ഇതില് ഒമേഗ ആംഗുലാർ വെലോസിറ്റി, V ലീനിയർ വെലോസിറ്റി, R സർക്കുലർ പാത്തിന്റെ റേഡിയസ്. മൂന്നാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ആംഗുലാർ ആക്സിലറേഷൻ. ആൽഫ ഇസ് ഈക്വൽ ടു A/R ആയിരിക്കും. ഇതിൽ ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ ആണ്, A ലീനിയർ ആക്സിലറേഷൻ ആണ്. എന്താണ് ലീനിയർ ആക്സിലറേഷൻ? നേരെ പോകുന്ന ഒരു ബോഡിയുടെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ പോകുന്ന ഒരു ബോഡിയുടെ ആക്സിലറേഷൻ A ആണെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ ആക്സിലറേഷനെയാണ് നമ്മൾ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ആംഗുലാർ വെലോസിറ്റിയുടെ SI യൂണിറ്റ് റാഡ് പെർ സെക്കൻഡും അതുപോലെ ആംഗുലാർ ആക്സിലറേഷന്റെ SI യൂണിറ്റ് റാഡ് പെർ സെക്കൻഡ് സ്ക്വയറുമാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ആംഗുലാർ വെലോസിറ്റിയും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ആംഗുലാർ ആക്സിലറേഷനും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഈ മൂന്ന് വെക്ടറിനും ഒരു പ്രത്യേകത ഉണ്ട്. ഈ വെക്ടറുകൾ അറിയപ്പെടുന്നത് ആക്സിയൽ വെക്ടർ എന്നാണ്. എന്ന് വെച്ചാൽ ഈ വെക്ടറുകൾ അതിന്റെ ഡയറക്ഷൻ നമുക്ക് തരുന്നത് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിലൂടെ ആയിരിക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കില്ല. വെക്ടർ ആവുന്നത് ഫോർ സ്മോൾ ആംഗിൾ മാത്രമായിരിക്കും. അതിന്റെ കാരണം വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ എ. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയാം. എന്നാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ലാർജ് ആംഗിൾ കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നില്ല. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ സ്കേലാർ ഫോർ ലാർജ് ആംഗിൾ, എ വെക്ടർ ഫോർ സ്മോൾ ആംഗിൾ. ചില കുട്ടികൾക്ക് ഇത് കൺഫ്യൂഷൻ ആയി തോന്നാം. ഞാനതിപ്പം പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ ആദ്യം θ1 പ്ലസ് θ2 ചെയ്യാൻ പോവാണ്. അത് ഈക്വൽ ടു θ2 പ്ലസ് θ1 ആണോ എന്ന് നമുക്ക് നോക്കാം. ഫിസിക്സ് എന്ന് എഴുതി ഈ പിക്ചറുള്ള ഭാഗം ഇവിടേക്കാണ് ഉള്ളത്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് Y ആക്സിസിന് എബൌട്ട് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കാണ് 90 ഡിഗ്രിയിൽ. റൈറ്റ്. ഇനി ഞാൻ Z ആക്സിസിന്, അതായത് നിങ്ങളുടെ അടുത്തേക്കുള്ള ഈ ആക്സിസിന് ക്ലോക്ക് വൈസ് ആയിട്ട് ഞാൻ കറക്കുന്നു 90 ഡിഗ്രി.
അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് ഇങ്ങനെ കാണാം. ഒന്നുകൂടെ പറയാം. Y ആക്സിസിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി, Z ആക്സിസിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി. അപ്പോൾ ഈ ബുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ θ1 + θ2 നമ്മൾ ചെയ്തു. ഇനി θ2 + θ1 എന്താ കിട്ടാന്ന് നോക്കാം. ആദ്യത്തെ പൊസിഷനിൽ ഞാൻ ബുക്ക് പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആക്ഷൻ Z ആക്സിസിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു. അത് ആദ്യം ചെയ്തു. Z ആക്സിസിന് അബൌട്ട് ആയിട്ട് ഞാൻ 90 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് തിരിച്ചു. ഇനി Y ആക്സിസിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ഇതാണ് Y ആക്സിസ്. അതിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബുക്കിൻ്റെ ആ ഭാഗം കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ θ1 + θ2 ഈസ് നോട്ട് ഈക്വൽ ടു θ2 + θ1 ഫോർ ലാർജ് ആംഗിൾ. ഇനിയാണ് സർപ്രൈസിങ് റിസൾട്ട്. ഞാൻ ചെയ്യുന്നത് ചെറിയ ആംഗിൾ, ഒരു 5 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 2 ഡിഗ്രി 3 ഡിഗ്രി അത്രയും ചെറിയ ആംഗിൾ ഞാൻ ആദ്യം പിടിച്ചതുപോലെ ചെയ്യുന്നു. Y ആക്സിസിന് എബൌട്ട് ആയിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി. അപ്പം നിങ്ങൾക്ക് ഈ ബുക്കിൻ്റെ ഇങ്ങനെ ചെറിയൊരു ആംഗിൾ. ഇനി Z ആക്സിസിൽ ചെറിയൊരു ആംഗിൾ കറക്കി. ഒന്നുകൂടി പറയാം. Y ആക്സിസിന് എബൌട്ട് ആയിട്ട് സ്മോൾ ആംഗിൾ ഞാൻ ആന്റി ക്ലോക്ക് വൈസിൽ തിരിക്കുന്നു, ചെറിയൊരു ആംഗിൾ. ഇനി Z ആക്സിസിൽ ചെറിയൊരു ആംഗിൾ, അതും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കി. ഇപ്പം നിങ്ങൾക്ക് ബുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. നമുക്ക് അതായത് ഇപ്പം ഞാൻ ചെയ്ത ആക്ഷൻ dθ1 + dθ2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് dθ2 + dθ1. dθ2 + dθ1 ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ പൊസിഷനിൽ പിടിച്ചു. ഇനി നിങ്ങളുടെ നേരെയുള്ള Z ആക്സിസിന് എബൌട്ട് ആയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെറുതായിട്ടൊന്ന് തിരിക്കുന്നു. ഇനി Y ആക്സിന് എബൌട്ട് ആയിട്ട് ചെറിയ ഒരു ആംഗിൾ തിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഈ ബുക്ക് എങ്ങനെയാണ് കാണുന്നത്? ആദ്യം Y ആക്സിന് എബൌട്ട് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെറിയൊരു ആംഗിൾ തിരിച്ചിട്ട് Z ആക്സിസിന് എബൌട്ട് ആയിട്ട് ചെറിയൊരു ആംഗിൾ തിരിച്ചാൽ കിട്ടുന്നത് തന്നെയാണ് നമുക്ക് ആദ്യം Z ആക്സിന് എബൌട്ട് ആയിട്ട് ക്ലോക്ക് വൈസിൽ ചെറിയൊരു ആംഗിൾ തിരിച്ചിട്ട് പിന്നെ Y ആക്സിന് എബൌട്ട് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ കിട്ടും. നമുക്ക് എഴുതാം വെക്ടർ dθ1 + വെക്ടർ dθ2 ഈസ് ഈക്വൽ ടു വെക്ടർ dθ2 + വെക്ടർ dθ1. അപ്പോൾ ലാർജ് ആംഗിളിൽ ഇവൻ ഒരു വെക്ടർ അല്ല. സ്മോൾ ആംഗിൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ വെക്ടർ ആണ്, അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഡയറക്ഷനും ഉണ്ടാകും. ഈ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെയും ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതായത് ബോഡി എങ്ങോട്ടാണോ കറങ്ങുന്നത് ആ കറങ്ങുന്ന ഡയറക്ഷനിൽ നമ്മുടെ വലത്തെ കൈയുടെ 4 വിരലുകൾ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ തമ്പ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. എന്നിട്ടായിരിക്കണം നമ്മൾ എങ്ങോട്ടാണോ ബോഡി കറങ്ങുന്നത് അങ്ങോട്ട് ഈ 4 വിരലുകൾ ചുരുട്ടി പിടിക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് തമ്പ് എങ്ങോട്ടാണോ അതായിരിക്കും ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ കറങ്ങുന്ന ബോഡിയുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെയോ ആംഗുലാർ വെലോസിറ്റിയുടെയോ അല്ലെങ്കിൽ ആംഗുലാർ ആക്സിലറേഷന്റെയോ ഡയറക്ഷൻ. എങ്ങനെയാണ് ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഞാൻ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഒരു ഫാനിന്റെ കറക്കമാണ്. ഈ ഫാന് നിങ്ങൾ നോക്കുമ്പോൾ ആ ഫാൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ എതിർ ഘടികാര ദിശയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വലത്തെ കൈ എടുക്കുക. ആ ഫാനിന്റെ ലീഫ് എങ്ങോട്ടാണോ കറങ്ങുന്നത് ആ ഡയറക്ഷനിൽ ചുരുട്ടി പിടിക്കുക. എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ തമ്പ് ഈ സ്ക്രീനിന് പുറത്തേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് കിട്ടിയതുപോലെ ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഡയറക്ഷൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ, ആ ലീഫിന്റെ ഫാനിന്റെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ആംഗുലാർ ആക്സിലറേഷന്റെ ഡയറക്ഷനും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫാൻ കറങ്ങുന്നത് ഏത് ഡയറക്ഷനിലാണെന്ന് നോക്കൂ. ഇനി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഫാനിന്റെ ലീഫ് എങ്ങോട്ടാണോ കറങ്ങുന്നത് ആ ഡയറക്ഷനിൽ നമ്മളുടെ വലത്തെ കൈ പിടിക്കുമ്പോൾ
എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. കാരണം ഫാനിൻ്റെ ലീഫുകൾ കറങ്ങുന്നത് എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഫിംഗർ കറങ്ങുന്നത് പോലെയാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാം ഈ ഡയറക്ഷനിലായിരിക്കും. ഈ ഫാനിൻ്റെ ലീഫുകളുടെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് കറങ്ങുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, നമ്മളുടെ വലത്തെ കൈയുടെ 4 വിരലുകൾ ആ ലീഫിൻ്റെ ഡയറക്ഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫാനിൻ്റെ ലീഫുകളുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ നേരെ മേലോട്ട് ആയിരിക്കും. ആക്സിയൽ വെക്ടറുകളുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുന്നതിനുള്ള കൺഫ്യൂഷൻ മാറി എന്ന് കരുതുന്നു. റൊട്ടേഷണൽ ഇക്വലന്റ് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ലീനിയർ വെലോസിറ്റിയും ലീനിയർ ആക്സലറേഷനും നമ്മളൊന്ന് പഴയ ചാപ്റ്ററിൽ നമ്മൾ ഒന്ന് ബ്രഷപ്പ് ചെയ്തു. ഇനി റൊട്ടേഷണൽ മോഷൻ ഓഫ് റിജിഡ് ബോഡിയിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ടോർക്ക്. ടാവ് എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മളിത് സൂചിപ്പിക്കുന്നത്. The turning effect of force is called torque. അതായത് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ പേരാണ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന്. എന്നാൽ ആ ഫോഴ്സ് നമുക്ക് തരുന്നത് ഒരു ടേണിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു റൊട്ടേഷണൽ ഇഫക്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നു റൊട്ടേഷണൽ ഇക്വലന്റ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടോർക്ക് ഈസ് ഓൾസോ നോൺ ആസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് ടോർക്കിനെ നമുക്ക് എഴുതാം: ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. എന്താണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ, ഒരു ബോഡിയിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ എന്ത് വിളിക്കുക? ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഇനിയിപ്പോൾ ആ ഒരു പോയിന്റിൽ മൊമെൻറ്റമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ലൈനെ നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് മൊമെൻറ്റം എന്ന് വിളിക്കും. ഇനിയിപ്പോൾ അത് വെലോസിറ്റി ആണെങ്കിൽ അതിന് നമുക്ക് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് വെലോസിറ്റി, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ആക്സലറേഷൻ എന്നൊക്കെ വിളിക്കാം. SI യൂണിറ്റ് ഓഫ് ടോർക്ക് ന്യൂട്ടൺ മീറ്റർ ആണ്. ടോർക്കിൻ്റെ ഡയമെൻഷൻസ് mL²T⁻². ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് വർക്കിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ ഡയമെൻഷൻസ് തന്നെയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടോർക്ക് ഈസ് ആൻ ആക്സിയൽ വെക്ടർ. നമ്മൾ കുറച്ചു മുമ്പ് പറയുണ്ടായി, ആക്സിയൽ വെക്ടർ എന്നാൽ ഡയറക്ഷൻ ആക്സിസ് ഓഫ് റൊട്ടേഷനിലൂടെ ഉണ്ടാവുന്ന വെക്ടറിനെയാണ് നമ്മൾ ആക്സിയൽ വെക്ടർ എന്ന് പറയാം. അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ബൈ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എങ്ങോട്ടാണോ ബോഡി കറങ്ങുന്നത് അവിടേക്ക് നമ്മൾ റൈറ്റ് ഹാൻഡിൻ്റെ 4 വിരലുകൾ തമ്പ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനാണ്. ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നതെങ്കിൽ ഇങ്ങനെയും, ക്ലോക്ക് വൈസിലാണെങ്കിൽ ഇങ്ങനെയും കിട്ടും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാണ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അബൌട്ട് ടോർക്ക്. കേരള ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻ ഫോർ ടോർക്ക്. ഇങ്ങനെ ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിന് എബൌട്ട് ആയിട്ടാണ് ഇത് കറങ്ങുക. ഇവിടെ P എന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. O എന്ന ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ ഈ പോയിന്റിൽ നിന്നും R ദൂരമാണ് ഇത് ഉള്ളത്. ഇതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് വേണം നമുക്കറിയാം, Pയുടെ പൊസിഷൻ വെക്ടർ. അപ്പോൾ അത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ആ ഡയറക്ഷനിലാണ് ഈ പൊസിഷൻ വെക്ടർ ആക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ബോഡിക്ക് ആ പോയിന്റിൽ ഞാനൊരു ഫോഴ്സ് കൊടുത്ത് ഞാൻ ഇതിനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നു, F ഈ ഡയറക്ഷൻ. അപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെയാണ് വരും. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് നമുക്ക് വരയ്ക്കുക ഇങ്ങനെയായിരിക്കും. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഫിഗറാണിത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ മുകളിൽ നിന്നും നോക്കുന്നത് പോലെ നമ്മളൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആ പോയിന്റ് P എന്ന പോയിന്റ് ഇതാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ. പോയിന്റ് O ആണ്.
ഇതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ, ആ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഈ ആംഗിൾ തീറ്റ, ആ ആംഗിളാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും ഇത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്, പി എന്ന പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഇതാണ് നമ്മളുടെ ഈ രണ്ട് ചിത്രവും ഒന്ന് തന്നെയാണ്. ഒന്ന് നമ്മൾ സൈഡിൽ നിന്ന് നോക്കുന്നത് പോലെയാണ്, ഇത് നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാണോ അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സിലേക്ക് ഞാൻ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇത്, 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഈ രണ്ട് ചിത്രവും ഒന്ന് തന്നെയാണ്. ഇത് സൈഡ് വ്യൂ, ഇത് ടോപ്പ് വ്യൂ. ഇവിടെ ഈ പോയിന്റിന് ഞാൻ എം എന്ന് മാർക്ക് ചെയ്താൽ എനിക്കിവിടെ OMP എന്നൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. OMP. അപ്പോൾ OMP അതിനകത്തുനിന്ന് നമുക്ക് സൈൻ തീറ്റ കണ്ടാൽ, സൈൻ തീറ്റ എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡ് OM ആണ്. അതിനെ നമുക്ക് തൽക്കാലം A എന്ന് വിളിക്കാം. അപ്പോൾ A/R. അപ്പോൾ A ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ദാറ്റ് ഈസ് R sin theta. What is the definition of torque? Magnitude of force. ഞാൻ കൊടുത്തിരിക്കുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് F ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R sin theta. അപ്പോൾ ടോ ഇസ് ഈക്വൽ ടു R F sin theta. അപ്പോൾ ടോ ഇസ് ഈക്വൽ ടു ഇൻ വെക്ടർ ഫോം വെക്ടർ R ക്രോസ് വെക്ടർ F. എന്തിനാണ് FR sin theta എന്ന് എഴുതിയതിന് ശേഷം ഈ ലൈനിൽ ഞാൻ RF sin theta എന്ന് എഴുതിയിരിക്കുന്നത്? കാരണം നമ്മൾ ഈ ബോഡി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ റേഡിയസ് എഫിലേക്കാണ് കറങ്ങുക. അപ്പം R ക്രോസ് എഫിൻ്റെ മീനിങ് ആണ് റൊട്ടേറ്റിംഗ് ഫ്രം R ടു F. FR sin theta എന്നാൽ F ക്രോസ് R ആണ്. അത് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും, ഇവിടെ അത് സ്യൂട്ട് ആവുന്നില്ല. അപ്പം ടോ ഇസ് ഈക്വൽ ടു R ക്രോസ് F ആണ് അതിൻ്റെ കറക്റ്റ്. സ്പെഷ്യൽ കേസസ്. കേസ് 1, ടോ മാക്സ് നമുക്ക് കിട്ടുന്നത് RF എന്നാണ് അറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 90. കേസ് 2 ആണ് ടോ മിനിമം. അത് തീറ്റ 0യോ 180യോ ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് ടോ 0 കിട്ടുന്നത്. അപ്പം നമുക്ക് ടോ മിനിമം 0 അറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ഓർ 180 ഡിഗ്രി. എങ്ങനെയൊക്കെ നമുക്ക് ടോർക്ക് കൂട്ടാം? ഒന്ന്, ബൈ അപ്ലൈയിങ് ലാർജ് ഫോഴ്സ്, അല്ലെങ്കിൽ ബൈ ഇൻക്രീസിങ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ വിൻഡോ അടയ്ക്കുമ്പോൾ നമുക്ക് പരിചയമുണ്ട്, നമ്മൾ ആ വിൻഡോയുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അടുത്ത് നമ്മൾ പിടിച്ച് വിൻഡോ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് കൈ ഇട്ടിട്ട് നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷന് കൂടുതൽ ദൂരം അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. അത് ഫിസിക്സ് അറിയാത്തവരും ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത് 6 കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് ടോർക്ക് കൂട്ടാം ബൈ ഇൻക്രീസിങ് ഫോഴ്സ്, അല്ലെങ്കിൽ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്, ആൻഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് പൊസിഷൻ വെക്ടർ. അപ്പോൾ ഇവിടെ തീറ്റ എന്നാൽ ആംഗിൾ ബിറ്റ്വീൻ ദ പൊസിഷൻ വെക്ടർ R ആൻഡ് ഫോഴ്സ് F. ടോർക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആംഗുലാർ മൊമെന്റം. ക്യാപിറ്റൽ L എന്ന ലെറ്റർ കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദ ടേണിംഗ് ഇഫക്റ്റ് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് കോൾഡ് ആംഗുലാർ മൊമെന്റം. It is the rotational equivalent of linear momentum. Angular momentum is also known as moment of momentum. നമ്മൾ ടോർക്ക് ഇതേപോലെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നാണ് വിളിച്ചത്, കാരണം അത് റൊട്ടേഷണൽ ഇക്വലന്റ് ഓഫ് ഫോഴ്സ് ആയിരുന്നു. ഇത് റൊട്ടേഷണൽ ഇക്വലന്റ് ഓഫ് ലീനിയർ മൊമെന്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് വിളിക്കും. ബൈ ഡെഫിനിഷൻ, ആംഗുലാർ മൊമെന്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് perpendicular distance between axis of rotation and line of action of linear momentum.
ഇതിൻ്റെ SI യൂണിറ്റ്, മൊമെൻറ്റത്തിൻ്റെ SI യൂണിറ്റ്, പിന്നെ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ്. അതായത് മൊമെൻറ്റത്തിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്, പിന്നെ ഒരു മീറ്ററും കൂടി, ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതിൻ്റെ ഡയമെൻഷൻസ് ml² 10⁻⁻⁻⁻⁻. ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്, സെയിം ആസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ. സോ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷനും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷനും സെയിം ആണ്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ നേരത്തെ ടോർക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സെയിം ഫിഗർ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോഴ്സിൻ്റെ സ്ഥാനത്ത് മൊമെൻറ്റമാണ്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, ആംഗുലാർ മൊമെൻറ്റം L is equal to magnitude of momentum and perpendicular distance between axis of rotation and line of action of momentum, that is r sin theta, അല്ലെങ്കിൽ L is equal to rp sin theta. In vector form L is equal to r cross p. സ്പെഷ്യൽ കേസസ് നേരത്തെ പോലെ തന്നെ ഒന്നാമത്തത് L മാക്സിമം, ആംഗുലാർ മൊമെൻറ്റം മാക്സിമം ആവുന്നത് RP അല്ലെങ്കിൽ സൈൻ തീറ്റ മാക്സിമം ആവുമ്പോൾ, ദാറ്റ് ഈസ് തീറ്റ 90 ഡിഗ്രി ആവുമ്പോഴാണ് സൈൻ തീറ്റ മാക്സിമം ആവുന്നത്. അതുപോലെ ആംഗുലാർ മൊമെൻറ്റം 0 അല്ലെങ്കിൽ മിനിമം എന്നാൽ 0, ദാറ്റ് ഈസ് തീറ്റ സൈൻ 0 ആവുന്നത് തീറ്റ 0 ആവുമ്പോഴോ അല്ലെങ്കിൽ തീറ്റ 180 ഡിഗ്രി ആവുമ്പോഴാണ്. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ഈ ടോപ്പിക്ക് പഠിക്കാൻ നമുക്കൊരു ചെറിയ ബേസിക്കിൻ്റെ ആവശ്യമുണ്ട്. അതായത് d/dt ഓഫ് A ക്രോസ് B ഇസ് ഈക്വൽ ടു dA/dt ക്രോസ് B പ്ലസ് A ക്രോസ് dB/dt. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ടോപ്പിക്ക് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്കറിയാം ടോ ഇസ് ഈക്വൽ ടു ഇൻ വെക്റ്റർ ഫോം R ക്രോസ് F. അതേപോലെ ആംഗുലാർ മൊമെൻറ്റം L ഇസ് ഈക്വൽ ടു R ക്രോസ് P. ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം വി ഗെറ്റ് dL/dt ഇസ് ഈക്വൽ ടു d/dt ഓഫ് R ക്രോസ് P. കണ്ടോ, അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. dL/dt ഇസ് ഈക്വൽ ടു A ക്രോസ് B, d/dt ഓഫ് A ക്രോസ് Bക്ക് ഇതേപോലെ ഇവിടെ എക്ക് പകരം ആറും ബിക്ക് പകരം പിയും കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്ക് പകരം വെക്ടർ ആറും ബിക്ക് പകരം വെക്ടർ പിയും കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് dR/dt ക്രോസ് P പ്ലസ് R ക്രോസ് dP/dt. അപ്പോൾ നമുക്ക് dL/dt is equal to, what is dR/dt? The meaning is ഡിഫറെൻറ്റ് ടൈമിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ പൊസിഷൻ വെക്ടറിൽ മാറുകയാണ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് വെലോസിറ്റി V ക്രോസ് P. എന്തായിരുന്നു നമുക്കറിയാം, P എന്നാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. ഇൻ വെക്ടർ ഫോം മാസ് ഇൻറ്റു വെലോസിറ്റി വെക്ടർ. അപ്പോൾ നമുക്കിവിടെ അത് കൊടുക്കാം, മാസ് ഇൻറ്റു വെലോസിറ്റി പ്ലസ് R ക്രോസ് വാട്ട് ഇസ് dP/dt? ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് dP/dt F ആണ്. അപ്പോൾ നമുക്ക് ഈ dP/dt പകരം F കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? dL/dt ഇസ് ഈക്വൽ ടു, ഇവിടെ 1 × V ആണ്, ഇവിടെ m × V ആണ്. രണ്ട് വെക്ടറിനെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇവിടെ m കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് 1 × m ആണ്. V ക്രോസ് V പ്ലസ് R ക്രോസ് F. What is V cross V? A vector cross the same vector will give you 0. അതിൻ്റെ കാരണം A sin 0, രണ്ട് വെക്ടറും ഒരേ ഡയറക്ഷനിൽ തന്നെ ആകുമ്പോൾ തീറ്റ 0 ആയിരിക്കും. അതുകൊണ്ട്
ഇവിടെ നമുക്ക് കിട്ടുന്നത് എ ക്രോസ് എ 0 ആയിരിക്കും. ഇവിടെ വി ക്രോസ് വി എന്നാലും 0 ആണ്. സോ ദിസ് വിൽ ബിക്കം dl by dt is equal to, ഈ ടേം ഫുള്ള് 0 ആയിരിക്കും. ആർ ക്രോസ് എഫ് ഓൾറെഡി നമുക്കറിയാം, ടോർക്ക്. This is the relation between angular momentum and torque. What is the beauty of this equation? ഈ ഇക്വേഷനുമായി നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും d by dt of p is equal to f external. എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലുള്ള ഒരു ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഡി പി ബൈ ഡി ടി ആണെങ്കിൽ കറങ്ങുന്ന ബോഡി, അതായത് ഈ ഇക്വേഷൻ്റെ റൊട്ടേഷണൽ ഇക്വലൻ്റ് ആണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷൻ. ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ടോർക്കിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് ടോ എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു 0 ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0 എന്നെഴുതാം. അല്ലെങ്കിൽ സമയത്തിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ആംഗുലാർ മൊമെൻറ്റത്തിലെ ചേഞ്ച് 0 എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ആംഗുലാർ മൊമെൻറ്റം മാറാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്. എന്ന് വെച്ചാൽ എൽ ഈസ് കോൺസ്റ്റന്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് നോക്കാം. According to law of conservation of angular momentum, if no external torque acts on a system, its total angular momentum remains constant. എന്നുവെച്ചാൽ dl by dt is equal to tau external, no external torque acting, so dl by dt is equal to 0, L is equal to a constant. This is known as law of conservation of angular momentum. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ ഇക്വലൻ്റ് ഓഫ് മാസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മൊമെൻ്റ് ഓഫ് മാസ്. ബോർഡ് എക്സാമിന് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വൈ ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് കോൾഡ് റൊട്ടേഷണൽ ഇനേർഷ്യ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ ബൈ ഇറ്റ് സെൽഫ്. മാത്തമാറ്റിക്കലി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I is equal to mr², where m is the mass of the rotating body and r is the distance of mass from its axis of rotation. ഒരു റിജിഡ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്കിൾ അല്ല അതിനകത്ത് ഉണ്ടാവുക, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ റിജിഡ് ബോഡി ഈസ് m1 r1² പ്ലസ് m2 r2² പ്ലസ് എക്സെട്ര പ്ലസ് mn rn². നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് എഴുതാം. I is equal to summation over I is equal to 1 to n mi ri². ഈ ഇക്വേഷനിൽ വളരെ വ്യക്തമാണ്. SI യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ and its dimensions are ml². അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒന്ന് ഫീൽ ചെയ്താലോ? അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരേ നീളമുള്ള പൈപ്പ്. കാണാൻ പറ്റുന്നുണ്ടാവും. ഒരേ നീളമുള്ള പൈപ്പിൽ 4 കുപ്പികളിലായിട്ട് ഞാൻ വെള്ളം ഫുള്ളായിട്ട് നിറച്ച് ഒരേ മാസ് ഉള്ള 4 കുപ്പികളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇവിടുന്ന് ഒരു ഡോട്ട് കാണാൻ കഴിയുന്നുണ്ടാവും. അതിനകത്തുനിന്ന് ഒരുപാട് ദൂരെയാണ് ഞാനിത് മാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ ആക്സിസ് ഓഫ് റൊട്ടേഷനാണ് ഞാൻ മാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച തിയറി വെച്ച് പറയൂ, ഇതിൽ ഏതിനാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ? I is equal to mr². r കൂടുതൽ ഇതിനാണ്, അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാസിലേക്കുള്ള ദൂരം കൂടുതൽ ഇതിലാണ്. അതുകൊണ്ട് ഇതിന് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ. അതായത് ഇവന് റൊട്ടേറ്റ് ചെയ്താൽ
നിൽക്കാനും നിന്ന് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവും, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുണ്ടാവും. എന്നാൽ ഇവന് നേരെ തിരിച്ചാണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവായിരിക്കും, ഇവന് വേഗം റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഇനി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിൽക്കാനുള്ള ടെൻഡൻസിയും കാണിക്കും. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്തു നോക്കണം. ഇത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫീൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സ്പെരിമെന്റ് ആണ്. ചെയ്യേണ്ട അത്രേ ഉള്ളൂ. ഞാനൊരു 3 വിരൽ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അതുപോലെ 3 വിരൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് പിടിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും ഒരേ വേഗതയിൽ ഞാൻ കറക്കാൻ ശ്രമിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്ന നോക്കൂ. ഇതെനിക്ക് വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇത് ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ അഭിനയിക്കാമെന്ന് മാത്രം പറയരുത്. നിങ്ങൾ ചെയ്തു നോക്കുക, എന്നിട്ട് ഫീൽ ചെയ്യും. അപ്പം ഇത് വളരെ, ഇതിൻ്റെ റൊട്ടേഷൻ നിങ്ങൾ ഈ കാണുന്നത് പോലെ കുറച്ച് മടിയുണ്ട്, മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ, മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറവ്. ഇത് രണ്ടും കൂടെ ഈ സെറ്റപ്പിൽ വെച്ച് നമുക്കൊന്ന് കറക്കി നോക്കിയാലോ. നമ്മുടെ എക്യുപ്മെന്റ് റെഡിയാണ്, രണ്ടും ബാലൻസ്ഡ് ആണ്. ഇതിൽ മാസ് വളരെ അടുത്താണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷനും മാസ് ഒരുപാട് ദൂരത്താണുള്ളത്. ആദ്യം നമുക്കിതൊന്ന് കറക്കി നോക്കാം സെപ്പറേറ്റ് ആയിട്ട്. അതിന്റെ വേഗത ഒന്ന് ശ്രദ്ധിക്കൂ. 2-3 കറക്കം വളരെ പെട്ടെന്ന് തന്നെ കറങ്ങിയിട്ട് അത് നിന്നുപോയി. ഇനി ഇതൊന്ന് നോക്കാം. കറക്കം നിൽക്കാനൊരു മടിയുണ്ട്, മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ. ഇനി ഞാൻ ഇത് ആദ്യം കറക്കുന്നു, പിന്നെ അതും കറക്കുന്നു, എന്താ സംഭവിക്കാൻ നോക്കാം. അത് നിന്ന് കഴിഞ്ഞു കറക്കം. എന്നാൽ ഇത് സ്റ്റിൽ റൊട്ടേറ്റിംഗ്. ദ ഇൻഎബിലിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് റൊട്ടേഷണൽ മോഷൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇതിന് കൂടുതലാണ്, അതിന് കുറവാണ്. അപ്പം മൊമെന്റ് ഓഫ് ഇനർഷ്യ മനസ്സിലായില്ലേ? Factors on which moment of inertia of a rigid body depend. 1. Mass of the body. അടുത്തത് size and shape of the body. പിന്നെ സെലക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതായത് ഒരേ മാസുള്ള ഒരു റിജിഡ് ബോഡിയെ നമ്മൾ പല ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പല മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പേടിസ്വപ്നമുള്ള ഒരു ടോപ്പിക്കാണ് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് പോകാം. ഏത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും നമുക്ക് എഴുതാം mk². അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എനി ഒബ്ജക്റ്റ്, എനി റിജിഡ് ബോഡി ക്യാൻ ബി റിപ്രസെൻറ്റഡ് ബൈ I = mk². അപ്പം ഒരു സംശയം ഉണ്ടാവും, എന്താണ് k? നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ എഴുതാം. I/m പോരാ, k² ki, അപ്പോൾ √I/m. ഈ k is known as radius of gyration അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. കാരണം ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ്. കാരണം I = mr² ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് നമുക്ക് ഇവിടെ k വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. SI യൂണിറ്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇസ് മീറ്റർ. റേഡിയസ് ഓഫ് ഗൈറേഷനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, √R1² + R2² + +RN²/n. ഇതറിയപ്പെടുന്നത് റൂട്ട് മീൻ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് എ റിജിഡ് ബോഡി ഫ്രം ഇറ്റ്സ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു റിജിഡ് ബോഡിയിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ഡിസ്റ്റൻസ് ആക്സിസ് ഓഫ് റൊട്ടേഷനടുത്ത് ആദ്യം സ്ക്വയർ ചെയ്ത് പിന്നെ അതിൻ്റെ മീൻ കണ്ട് പിന്നെ അതിൻ്റെ റൂട്ട് എടുക്കുക. അതാണ് നമ്മൾ RMS തിരിച്ച് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സ്ക്വയർ, മീൻ, റൂട്ട് എന്നാണ്. ആദ്യം ഡിസ്റ്റൻസുകളുടെ, അതായത് ഒരു റിജിഡ് ബോഡിയിലെ പാർട്ടിക്കിളുകളുടെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും പല സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കണ്ടു. അതിനുശേഷം മീൻ എന്ന് വെച്ചാൽ ആവറേജ് ആണ്. n പാർട്ടിക്കിൾ ഉള്ളത് കൊണ്ട് അതെല്ലാം കൂട്ടിയിട്ട് /n ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ റൂട്ട് എടുത്തു. അപ്പോൾ ഇതും റേഡിയസ് ഓഫ് ഗൈറേഷനുള്ള ഇക്വേഷനാണ്. അതുപോലെ ജനറലി ഇതും റേഡിയസ് ഓഫ് ഗൈറേഷനുള്ള ഇക്വേഷനാണ്. അപ്പോൾ എന്താണ് ഒരു റേഡിയസ് ഓഫ് ഗൈറേഷനുള്ള ഡെഫിനിഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് എ റിജിഡ് ബോഡി
to a mass point, that is important, at which whole mass of the body is assumed to be concentrated, whose masses, ഈ ഹൂസ് മാസസ് എന്ന് വെച്ചാൽ ആ മാസ് പോയിന്റിന്റെ മാസ് എന്നാൽ ഈക്വൽ ടു മാസ് ഓഫ് ഹോൾ ബോഡി ആൻഡ് ഹൂസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഹോൾ ബോഡി. എന്ന് വെച്ചാൽ നമ്മളൊരു റിജിഡ് ബോഡി കറക്കുമ്പോൾ നമുക്കത് പലതരത്തിൽ കറക്കാം. ഇപ്പോൾ ഈ പേന തന്നെ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കറക്കാം, അതേപോലെ ഇവിടെ ഇതിലൂടെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഒരു സൂചി കയറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ കറക്കാം. അപ്പോഴൊക്കെ നമ്മളെ കയ്യിൽ നമുക്ക് ഉള്ള ഫീലിംഗ് വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തോന്നും, നമ്മളൊരു റിജിഡ് ബോഡി എടുത്ത് ഇങ്ങനെ കറക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ മാസ് എല്ലാം കൂടെ ഒരു പോയിന്റിലേക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ബോഡി എന്നെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെ നമുക്കിത് കറക്കുമ്പോൾ തോന്നും. അങ്ങനെയുള്ള ആ മാസ് പോയിന്റിലേക്ക് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ ആ മാസ് പോയിന്റിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ മാസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മൊത്തം ബോഡിയുടെ മാസും ഇപ്പോൾ ആ മാസ് പോയിന്റിന്റെ മാസും ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ആ മാസ് പോയിന്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ റിജിഡ് ബോഡിയുടെ മൊത്തം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. എന്ന് വെച്ചാൽ റിജിഡ് ബോഡിയുടെ ഈ റൊട്ടേഷണൽ പ്രോബ്ലം ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റാണ് ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ നമുക്ക് സം റെഗുലർ ഷേപ്പ്ഡ് ബോഡികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാവും. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു ഹാമർ, അതിന്റെ മാസ് 16 കിലോഗ്രാം. ആ ഹാമറിന്റെ ത്രെഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എടുക്കാം R is equal to 50 സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ ഇവിടെ മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ബൈ മൾട്ടിപ്ലൈയിങ് 10⁻². പിന്നെ തന്നിട്ടുള്ളത് കോൺസ്റ്റന്റ് ടോർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചുറ്റണമെങ്കിൽ ടോർക്ക് കൊടുക്കണം, അത് 30 ന്യൂട്ടൺ മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അതുപോലെ 10 സെക്കൻഡ് നേരത്തേക്കാണ് ഈ ടോർക്ക് കൊടുക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ I is equal to mr². എമ്മിന് ഇവിടെ 16 കിലോഗ്രാം കൊടുത്തു, ആറിന് 50 × 10⁻² ഹോൾ സ്ക്വയർ, ഇവിടെ സ്ക്വയർ ഉണ്ട്. 16 × 50യെ നമ്മൾ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ 0.5 എഴുതാം. അതിന്റെ സ്ക്വയർ 0.25. അപ്പൊ 16 × 0.25 4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ചില കുട്ടികൾ ചിന്തിക്കുന്നത് ടോർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ ടൈം ഉണ്ടല്ലോ, ഇതൊക്കെ എവിടെയാ കൊടുക്കുക എന്നാണ്. ക്വസ്റ്റ്യനിൽ തന്നതെല്ലാം നമ്മൾ ഇക്വേഷനിൽ കൊടുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൺഫ്യൂഷൻ ആവുന്നത്. എന്താണ് ചോദിച്ചത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ചോദിച്ചത്. അത് കണ്ടുപിടിക്കാൻ മാസും ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന റേഡിയസും കിട്ടിയാൽ മതി. പ്രത്യേകിച്ചും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആ സ്ഫിയറിനെ പോയിന്റ് മാസ് ആക്കി എടുക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ.